നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ ആണ്. TRP ഓപ്പറോൺ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റിപ്രസിബിൾ ഓപ്പറോൺ. ഇവിടെ ട്രിപ്റ്റോഫാൻ ഓപ്പറോണിൽ നമ്മൾ നേരത്തെ പഠിച്ച ലാക്കോപ്രോൺ പോലെ ഇവിടെയുള്ളത് ഇറ്റ് ഇൻക്ലൂഡ്സ് 5 സ്ട്രക്ചറൽ ജീൻ. ഇറ്റ്സ് കോൾഡ് EDCBA. റിവേഴ്സ് ഓർഡറിൽ ABCDE ആണ്. സോ EDCBA അങ്ങനെയുള്ള 5 എൻസൈംസ് ആർ പ്രസന്റ്. ഓക്കെ, so 5 structural genes which encode 5 enzymes, EDCBA. Okay, ഇവരുടെ ഡ്യൂട്ടി എന്താ? ഈ എൻസൈം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? These enzymes are involved in the multi-step biochemical pathway that converts corysmic acid into amino acid tryptophan. Okay, whenever tryptophan is completely absent in the medium, through this series of pathways, finally a tryptophan is synthesized from the corysmic acid. Okay, so if there is no tryptophan available in the medium, tryptophan is needed for the bacteria Escherichia coli for their normal body metabolic activity. So this tryptophan is synthesized from the corysmic acid by a series of reaction which is catalyzed by these 5 enzymes. Okay, so these genes are expressed only when tryptophan is not available in the medium. If the tryptophan is completely absent in the medium, then only this genes becomes active. നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ നമ്മൾ എന്തായിരുന്നു? ലാക്ടോസ് പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ ആ ZYA ജീൻ ആക്റ്റീവ് ആവുള്ളൂ. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, ട്രിപ്റ്റോഫാൻ ആബ്സെൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ 5 ജീൻ ആക്റ്റീവ് ആവുള്ളൂ. നേരത്തെ എന്താ അങ്ങനെ വരാൻ കാരണം? അവിടെ ഇൻഡ്യൂസറാണ്. ലാക്ടോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ലാക്ടോസ് അല്ല ആവശ്യം. ലാക്ടോസിനെ ഗ്ലൂക്കോസും ആക്കി മാറ്റിയിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ ട്രിപ്റ്റോഫാനാണ് ആവശ്യം. ട്രിപ്റ്റോഫാൻ ഇല്ല. ട്രിപ്റ്റോഫാന് പുതുതായിട്ട് സിന്തസൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ ലാക്ടോസ് മീഡിയത്തിൽ ഉണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ഇൻ ദിസ് കേസ്, ഇൻ ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ, ഇഫ് ദർ ഈസ് ഇനഫ് ട്രിപ്റ്റോഫാൻ present in the medium, that tryptophan blocks transcription. Tryptophan itself blocks transcription. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതിൽ ലാക്ടോസ് എന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. പോസിറ്റീവ് ഇൻഡ്യൂസറാണ്, പോസിറ്റീവ് റെഗുലേറ്ററാണ്. ഇവിടെ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റെഗുലേറ്ററാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതെന്ന് വളരെ വ്യത്യസ്തമായിട്ട് നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ജീനിൻ്റെ എക്സ്പ്രഷൻ പഠിക്കുന്ന 2 ലെവലായിട്ടാണ്. എക്സ്പ്രഷൻ ഓഫ് ദീസ് ജീൻസ് കൺട്രോൾഡ് അറ്റ് 2 ലെവൽസ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊമോട്ടർ കാണാം, അതുപോലെ തന്നെ ഒരു ഓപ്പറേറ്റർ കാണാം, പിന്നെ ഒരു ലീഡർ അറ്റുനേറ്റർ എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്. ലീഡർ അറ്റുനേറ്റർ സീക്വൻസ്. ഓക്കെ, അതിൽ നമ്മൾ പിന്നീട് പഠിക്കും. അതിൽ അറ്റുനേറ്റഡ് mRNA ഉണ്ടായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 5 ജീനുകൾ നമുക്ക് കാണാം. EDCBA, ABCDE റിവേഴ്സൽ, EDCBA 5 ജീനുകൾ കാണാം. ഓക്കെ, ഇവിടെ ട്രിപ്റ്റോഫാൻ R എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ I എന്ന് പറഞ്ഞ് പഠിച്ചത്. ഇവിടെ ട്രിപ്റ്റോഫാൻ R എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് സിന്തസൈസ് ചെയ്യുന്ന ഒരു ജീനാണ് കാണിച്ചിരിക്കുന്നത്, RNA ആണ് കാണിച്ചിരിക്കുന്നത്. ഫ്രം ദാറ്റ് RNA എ പ്രോട്ടീൻ, റിപ്രസർ പ്രോട്ടീൻ ഈസ് സിന്തസൈസ്ഡ്. ഓക്കെ, സോ ഫ്രം ദാറ്റ് ജീൻ എ റിപ്രസർ RNA, എ റിപ്രസർ പ്രോട്ടീൻ ഈസ് സിന്തസൈസ്ഡ്. ദാറ്റ് റിപ്രസർ പ്രോട്ടീൻ യൂഷ്വലി normally it cannot binds the operator. നേരത്തെ പറഞ്ഞ നേരം ഓപ്പോസിറ്റാണ്. ആരും കൂടെ ഇല്ല, ലാക്ടോസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ റിപ്രസറിന് ഫ്രീ ആയിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഹിയർ ഇൻ ദ ഫ്രീ ഫോം റിപ്രസർ ഈസ് ഇനാക്റ്റീവ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബൈൻഡ്സ് operator and blocks transcription if there is only tryptophan binds it. ഓക്കെ, ട്രിപ്റ്റോഫാൻ പ്രസൻ്റ് ആയി കഴിഞ്ഞാൽ
ട്രിപ്റ്റോഫാൻ ഈ പറഞ്ഞ റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ, ഇവിടെ ആ റെഡ് കളറിൽ നമ്മൾ കാണുന്നുണ്ട്, ഓക്കെ, ആ ട്രിപ്റ്റോഫാൻ ബൈൻഡ് ചെയ്താൽ മാത്രമേ റിപ്രസർ ആക്റ്റീവ് ആവുള്ളൂ. നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ എന്താ പറഞ്ഞത്? റിപ്രസർ ആക്റ്റീവ് ആണ് ഓൾറെഡി, പക്ഷേ അലോ ലാക്ടോസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് റിപ്രസർ ഇനാക്റ്റീവ് ആവുന്നത്. ഇവിടെ എന്താണ്? റിപ്രസർ ഇനാക്റ്റീവ് ആണ് ഓൾറെഡി. ഇവിടെ ട്രിപ്റ്റോഫാൻ വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ റിപ്രസർ എന്തായിട്ട് മാറുള്ളൂ? ആക്റ്റീവായിട്ട് മാറുള്ളൂ. ഓക്കെ, സോ ഇഫ് ദർ ഈസ് നോ ട്രിപ്റ്റോഫാൻ പ്രസൻറ്റ്, okay, so the tryptophan synthesis must be stimulated. Okay, so synthesis of tryptophan from the choristmic acid must be stimulated. Okay, so normally from the tryptophan regulator sequence, that repressor proteins are synthesized, but repressor protein cannot bind the operator in the absence of tryptophan. Okay, so there is no inhibition of structural gene. Structural genes are active. പ്രൊമോട്ടറിൽ വന്നിട്ട് ആര് വന്ന് ബൈൻഡ് ചെയ്യും? RNA polymerase binds the promoter and RNA polymerase initiate transcription, and all these EDCBA genes are activated and corresponding protein and enzymes are synthesized. That enzyme help for the conversion of choristmic acid into tryptophan, and tryptophans are synthesized. But if there is enough tryptophan present in the medium, that tryptophan binds the repressor and repressor become active. Okay, മറക്കരുത്, repressor is only active. Repressor is active only in the presence of tryptophan. Only if tryptophan binds the repressor. And tryptophan repressor complex, now it is an active complex and binds the operator and blocks the transcription. It's very simple. RNA polymerase ne bind ചെയ്യാൻ സമ്മതിക്കാതെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പോൾ അതിൽ പിക്ചറിൽ നമുക്ക് കാണാം TPR. ഇവിടെ നോർമലി TPR എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, ട്രിപ്റ്റോഫാൻ R എന്ന് പറയുന്ന ജീനുണ്ട്. അവിടെ ആക്റ്റീവായിട്ടൊരു mRNA ഉണ്ടാവുന്നു, അതൊന്നൊരു റിപ്രസർ, റെഡ് കളറിലുള്ള റിപ്രസർ ഉണ്ടാവുന്നു. സോ അവിടെ റിപ്രസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ഓപ്പറേറ്ററിൽ അങ്ങോട്ട് ഓടിപ്പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം റിപ്രസർ ഇനാക്റ്റീവ് ആണ്, ഇനാക്റ്റീവ് റിപ്രസറാണ് ഉണ്ടാവുന്നത്, ഇത് ഇനാക്റ്റീവ് ആണ്. സോ ഇവിടെ പ്രൊമോട്ടർ ആക്റ്റീവാണ്. RNA polymerase binds the promoter, that results transcription. All these EDCBA genes are activated and corresponding RNAs are synthesized and corresponding proteins are synthesized. They become functional and converts choristmic acid. That converts choristmic acid into tryptophan. Okay, choristmic acid into tryptophan ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ട്രിപ്റ്റോഫാൻ മീഡിയത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കൺവേർഷൻ നടക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് ട്രിപ്റ്റോഫാൻ മീഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇത് രണ്ട് ലെവലും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ലെവൽ 1, regulator gene R encodes a repressor. Repressor in the presence of co-repressor tryptophan forms a co-repressor complex. Activated repressor ആയിട്ട് മാറുന്നു. Okay, in the presence of tryptophan, repressor co-repressor activated repressor ആയിട്ട് മാറുന്നു. That complex binds to the operator O. Okay, അവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ട്. That complex binds to the operator O to block transcription of the structural gene. Okay, level 2, in the absence of co-repressor, the free repressor cannot bind to the operator, so that RNA polymerase can bind to the promoter site to initiate transcription of the structural genes. Okay, clear അല്ലേ? റിപ്രസർ ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ കോ റിപ്രസർ ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ട്രിപ്റ്റോഫാൻ സിന്തസിസ് ആണ് ആവശ്യം, ട്രിപ്റ്റോഫാൻ മീഡിയത്തിലില്ല, അപ്പോൾ റിപ്രസറിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, ട്രിപ്റ്റോഫാൻ സിന്തസിസ് നടക്കും. കോറിസ്മിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു ട്രിപ്റ്റോഫാൻ ത്രൂ എ സീരീസ് ഓഫ് സ്റ്റെപ്സ്.
ഇനി ട്രാൻസ്ക്രിപ്ഷണൽ അറ്റന്യൂവേഷൻ ഇൻ ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ. This mechanism regulates gene expression in tryptophan operon by controlling the ability of RNA polymerase to continue transcription past specific sites. Okay, transcriptional attenuation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ട്രിപ്റ്റോഫാൻ പ്രസൻറ്റ് ആയി കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റോപ്പ് ചെയ്യണം. അതിനുള്ളൊരു രണ്ടാമത്തെ മെക്കാനിസമാണ്. ഫസ്റ്റ് മെക്കാനിസം നമ്മൾ പറഞ്ഞു, ട്രിപ്റ്റോഫാൻ റിപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ട്രിപ്റ്റോഫാൻ റിപ്രസർ കോംപ്ലസൻ്റ് ആയിട്ട് അങ്ങനെ ട്രാൻസ്ക്രിപ്ഷനെ ബ്ലോക്ക് ചെയ്യും. അതുകൂടാതെയുള്ള ഒരു മെത്തേഡാണ് ട്രാൻസ്ക്രിപ്ഷണൽ അറ്റന്യൂവേഷൻ. ഓക്കെ, attenuation occurs by premature termination of transcription at an attenuator site. Okay, attenuation occurs by premature termination of transcription at an attenuator site. എന്താണ് ഈ attenuator site? It is located within the mRNA leader sequence. mRNAയുടെ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സീക്വൻസ് ലീഡർ സീക്വൻസ്. ഓക്കെ, ലാസ്റ്റ് ഫോം ചെയ്യുന്ന ട്രെയിലർ സീക്വൻസ്. സോ ആ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ലീഡർ സീക്വൻസിൽ ഓക്കെ അതിലുള്ളൊരു പെർട്ടിക്കുലർ സൈറ്റാണ് അറ്റന്യൂവേറ്റർ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങാനും സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, ഫസ്റ്റ് ലീഡർ സീക്വൻസ് ഫോം ചെയ്യുകയാണ്. ആ ഫോം ചെയ്യുന്നതിൽ ഒരു അറ്റന്യൂവേറ്റർ സൈറ്റ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഓക്കെ, ആ അറ്റന്യൂവേറ്റർ സൈറ്റിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇറ്റ് കണ്ടെയ്ൻ എ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ സീക്വൻസ്. Okay, a transcription termination sequence is present in the attenuator site. Okay, that sequence can undergo intramolecular base pairing to form a hairpin loop. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഭാഗം മൊത്തത്തിൽ ഇത്ര ഫോം ചെയ്യണം. ഫസ്റ്റ് അതിൻ്റെ ലീഡർ സീക്വൻസ് ഇങ്ങനെ ഫോം ചെയ്ത് വരികയാണ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നേരത്തെ കണ്ടു ആ ജീനുകളിലൊക്കെ EDCBയുടെ തൊട്ട് മുമ്പിലാണ് അറ്റന്യൂവേറ്റർ സീക്വൻസ് എടുക്കുന്നത്. അതിൽ നിന്ന് ഈ സീക്വൻസ് ഫോം ചെയ്യുമ്പോൾ ദിസ് സീക്വൻസ് കണ്ടെയ്ൻ സ്പെസിഫിക് അറ്റന്യൂവേറ്റർ സൈറ്റ്. ഇതിലാണ് അറ്റന്യൂവേറ്റർ സൈറ്റ് ഉള്ളത്. ഓക്കെ, ആ അറ്റന്യൂവേറ്റർ സൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് സീക്വൻസ് അണ്ടർഗോ ഇൻട്രാമോളിക്കുലർ ബേസ് പെയറിംഗ്. ഇപ്പോൾ ഈ ഫോം ചെയ്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിങ്ങനെ ബേസ് പെയറിംഗ് ഫോം ചെയ്ത് ഇങ്ങനെ തൂങ്ങിക്കെടുക്കും ടു ഫോം എ ഹെയർപിൻ ലൂപ്പ്. ഹെയർപിൻ ലൂപ്പ് പറയുമ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ സ്ട്രക്ചർ ഇവിടെ ഇങ്ങനെ ഇതായിട്ടുള്ള ഹെയർപിൻ ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും. ഓക്കെ, സോ the ability of attenuator RNA sequence to form the loop, hairpin loop. ആ ഹെയർപിൻ ലൂപ്പ് ആദ്യം തന്നെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് തൂങ്ങിയാടി പിന്നീട് എന്ത് നടക്കില്ല, ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ട്രാൻസ്ക്രൈബ് ചെയ്തു വന്ന സീക്വൻസിൽ തന്നെ എവിടേക്ക് കയറിയിട്ടില്ല, ആ സ്ട്രക്ചർ ജീനിന് തൊട്ട് മുമ്പ് എടുക്കുന്ന ഭാഗമാണ് ഈ അറ്റന്യൂവേറ്റർ റീജിയൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഫസ്റ്റ് ഫോം ചെയ്യുന്ന ലീഡർ സീക്വൻസിൽ ഈ അറ്റന്യൂവേറ്റർ സീക്വൻസ് തന്നെ എന്ത് ഫോം ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഹെയർപിൻ ഫോം ചെയ്യണം, ഹെയർപിൻ ലൂപ്പ് ഫോം ചെയ്യണം. ഓക്കെ, so the ability of the attenuator RNA sequence to form the loop that leads to termination of transcription. Okay, that leads to termination of transcription. ഫസ്റ്റ് തന്നെ അങ്ങനെ ആ ഒരു ഹെയർപിൻ ലൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടെർമിനേഷനായിട്ട് മാറും. പിന്നീട് തുടർന്നുള്ള സ്ട്രക്ചറൽ ജീനുകളൊന്നും ആക്റ്റീവ് ആവില്ല. ഓക്കെ, നമ്മളവിടെ പിക്ചറിൽ കണ്ടതാണ്. ഇതാ ഫസ്റ്റ് ഈ കാണുന്ന അറ്റന്യൂവേറ്റർ സീക്വൻസ്. ഓക്കെ, ഈ അറ്റന്യൂവേറ്ററിൽ ഉണ്ടാകുന്ന ഈ അറ്റന്യൂവേറ്റഡ് mRNA ആ സ്റ്റാർട്ടിങ് ഇതിൽ തന്നെ അറ്റന്യൂവേറ്റർ mRNA ഈ ഒരു സീക്വൻസിൽ തന്നെയാണ് ആ ഒരു ബേസ് പെയറിംഗ് ഉള്ളത്, എന്ത് ഹെയർപിൻ ലൂപ്പ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഫർദറായിട്ട് ഇതാ ഇത്രയും ഭാഗം ഇനി ഉണ്ടാവണം, പക്ഷെ അത് ഉണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ അത് പ്രിവെൻറ്റഡ് ആവും. നോർമലി ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ഇങ്ങനെ അറ്റന്യൂവേറ്റർ സീക്വൻസ് ഹെയർപിൻ ലൂപ്പായിട്ട് ഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രിപ്റ്റോഫാൻ ഉള്ളപ്പോൾ മാത്രമാണ്. അതിൻ്റെ മെക്കാനിസം ഒക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തൽക്കാലം. സോ ട്രിപ്റ്റോഫാൻ ഉള്ളപ്പോൾ മാത്രമാണ് അറ്റന്യൂവേറ്റർ സീക്വൻസ് ഫോം ചെയ്യുന്നത്, ഈ പറഞ്ഞ ഹെയർപിൻ ലൂപ്പ് ഫോം ചെയ്യുന്നത്. ട്രിപ്റ്റോഫാൻ ഇല്ലെങ്കിൽ അത് നോർമലി ഫർദർ ട്രാൻസ്ക്രിപ്ഷൻ ടേക്ക് പ്ലേസ് ആൻഡ് എ ട്രിപ്റ്റോഫാൻ mRNA is formed, complete mRNA is formed. Otherwise the synthesis transcription is blocked just after the leader sequence formation. Further transcription of tryptophan EDCBA is blocked.
transcription is blocked. Okay, so this transcription blocking termination take place only in the presence of tryptophan. Tryptophan ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. ട്രിപ്റ്റോഫാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കും. ട്രിപ്റ്റോഫാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രിപ്റ്റോഫാൻ എന്ത് ചെയ്യും? രണ്ട് മെത്തേഡാണ് പറഞ്ഞത്. ഒന്ന്, അത് എന്ത് ചെയ്യും? റിപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്ത് റിപ്രസറെ ആക്റ്റീവ് ആക്കിയിട്ട് റിപ്രസർ അവിടെ പോയി ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ബ്ലോക്ക് ആവും. രണ്ടാമത്തത് ഈ പറഞ്ഞ ട്രിപ്റ്റോഫാൻ്റെ പ്രസൻസിൽ മാത്രമാണ് ആ ഒരു ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് ഈ ട്രാൻസ്ക്രിപ്ഷൻ ബ്ലോക്ക് ആവുന്നത്. ഇഫ് ട്രിപ്റ്റോഫാൻ ലെവൽസ് ഇൻ ദ സെൽ ആർ low, no loop is formed at the attenuator sequence and transcription of tryptophan mRNA continues. Okay അല്ലേ? If tryptophan is abundant, the attenuator sequence forms a characteristic stem loop structure. ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ഫോം ചെയ്യും? ഒരു സ്റ്റെം ലൂപ്പ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യും. ഫോംസ് എ ക്യാരക്ടറിസ്റ്റിക് സ്റ്റെം ലൂപ്പ് സ്ട്രക്ചർ ദാറ്റ് സിഗ്നൽസ് ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഇതാണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എന്ന് പറയുന്ന സംഭവം. വളരെ ഈസിയാണ്, രണ്ടും വളരെ നന്നായിട്ട് പഠിക്കാം. മനസ്സിലാവാത്തവർ ഇതിൻ്റെ കൂടെ പവർ പോയിൻ്റ് കൂടി ചേർത്തിട്ട് നന്നായി പഠിക്കുക, എക്സാം നന്നായി എഴുതാം.